ഞാൻ ലഹരി ഉപയോഗിക്കില്ല, മദ്യപാനമൊക്കെ നിർത്തി എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ അറിവിൽ നമ്മൾ തുടങ്ങിയത് വിഷ്ണുവിന്റെ സ്വഭാവത്തിൽ നിന്നാണ്. വിഷ്ണുവിന്റെ സ്വഭാവത്തിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. വിഷ്ണുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഒരാള് വിളിച്ചിട്ട് പറയാ, ഇതൊന്നും പറയാനല്ല, ദൈവന്മാര് രക്ഷപ്പെടാത്തവരുടെ ഏറ്റവും വലിയ കാര്യം ഈ സൗണ്ട് അവരുടെ പിള്ളേ ഈ പുള്ളി അത് സജനും ശരിക്കും പടിപടിയായിട്ടാണ് അല്ല വിഷ്ണു പറയട്ടെ, വിഷ്ണു പറയട്ടെ, അന്ന് ഞാൻ വിട്ടല്ലേ, ഞാൻ പോയിക്കോട്ടെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. അപൂർവ ഉത്തരമാർന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് 4 അതിഥികൾ. 4 പേർക്ക് നമസ്കാരം. നമസ്കാരം. ഓക്കെ, റബജി ചേട്ടാ, കുറച്ച് സീരിയസ് ആണോ കാര്യങ്ങൾ? ആണോ? എന്ത് പറ്റി? എന്താ കാര്യം? അപൂർവ ഉത്തരമാർന്ന് പറഞ്ഞാൽ ഇത് സീരിയസ് ആണ്. ആണ്. പടം കോമഡിയാന്നാണ് പറഞ്ഞു തുടങ്ങിയത്, എന്നിട്ട് ഇപ്പൊ ഭയങ്കര സീരിയസ് ആണ്. അത് മീൻകറി പുള്ളി ഉദ്ദേശിച്ച് മീൻകറി ഉണ്ടായിരുന്നില്ല. ഞാനേ പുറത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ പ്രൊഡക്ഷൻ കൺട്രോളുണ്ട് എൻ്റെ കൊട്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി സിനിമയിൽ. എന്തായാലും ഈ സിനിമ ഭയങ്കര ഹിറ്റ് ആവും. ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ എല്ലാരും ഇരിക്കുന്നത് അല്ലേ? അല്ല, എൻ്റെ 2 അനിയന്മാരും ആ ഒരു നായകന്മാരായ സിനിമ. നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന എല്ലാ സിനിമകളും ഹിറ്റ് അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് എല്ലാ സിനിമയും ഹിറ്റാണ്. അപ്പൊ പിന്നെ അപ്പൊ അതുകൊണ്ട് അയാളുടെ ഒരു കോൺഫിഡൻസ് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ വിഷ്ണു ചേട്ടാ, എന്തുണ്ട് വിശേഷം? ലുക്കൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറിയല്ലോ. ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാ ട്രെൻഡിങ് ഫോട്ടോസ്, ഔട്ട്ഫിറ്റ്സ് എന്തൊക്കെയാ? അതന്നെ, അവന്റെ ലുക്കല്ല, അവന്റെ സ്വഭാവം വരെ മാറിയിട്ടില്ല. എന്താ മാറാത്ത കാര്യം? ഒന്ന് മാറാൻ പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ ഇവിടെ? ഒന്ന് പറഞ്ഞു, ഈ ഒരു അവസരത്തിൽ അങ്ങ് പറയാം. അവനെ മാറാനുള്ള സ്വഭാവം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഇവൻ വളരെ സൗമ്യനാണ്, ആരോട് ചൂടാകാറില്ല, ഒന്നുമില്ല. ചൂടാകാനും കൂടി പഠിക്കുക നല്ലതല്ലേ ചേട്ടാ? നല്ലല്ലേ ചേട്ടാ? അവൻ എല്ലാത്തിലും സൗമ്യനാണ് നല്ലത്. എന്നാലും എന്നെ കഴിഞ്ഞ ദിവസം ഒരാള് വിളിച്ചിട്ട് പറയാ, ഒരുത്തൻ, ചേട്ടാ ഞാൻ ഇന്ന ആളാണ്. ആരാണ് മോനെ? എൻ്റെ പേര് ഇന്നതാണ്. എൻ്റെ ഒരു കാമുകയുണ്ട്. കാമുകിക്ക് ചേട്ടനൊരു ബർത്ത്ഡേ ആണ് അവളുടെ, അതയക്കണം, വിശ്വസയക്കണം എന്ന് പറഞ്ഞു. ആരാണ് ഈ പെണ്ണ്? ഇവനേതാണ്? ഒന്നും അറിയാൻ പാടില്ല, ഇത് അയക്കേം വേണം. നീ ഏതാടാ? ചേട്ടാ ഞാൻ ചേട്ടൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. ഓക്കെ, ഈ പെണ്ണ് ഏതാണ്, എന്താണ്, എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒന്നും അറിയാൻ പാടില്ല. എല്ലാം ചെയ്തുതരാം, എല്ലാം ചെയ്തുതരാം. ഒരു 5 മിനിറ്റ് കേട്ടത് അവിടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി. പിന്നെ നമ്മൾ തുടങ്ങിയത് വിഷ്ണുവിന്റെ സ്വഭാവത്തിൽ നിന്നാണ്. വിഷ്ണുവിന്റെ സ്വഭാവത്തിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. വിഷ്ണു ഞാൻ വളരെ ചെറുപ്പത്തിലെ പറഞ്ഞപ്പോഴല്ലോ. വിഷ്ണുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവനെ ഇരുത്തിപ്പോഴ്ത്തണം എന്ന് പറയരുത്. അവനങ്ങനെ വലിയ
ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ഈ ക്യാരക്ടറിനെ പറ്റിയൊക്കെ ചോദിക്കട്ടെ. എന്താണ് ചേട്ടാ ക്യാരക്ടർ? രണ്ട് മാലാഖമാരെ പോലെയൊക്കെ ചെറിയ മാലാഖമാരെന്ന് പറയും മാതിരി. അല്ല, മാലാഖമാരെന്നും പറയരുത് ഇവന്മാരാ. പോസ്റ്ററിലെ കാര്യം പറഞ്ഞേ, കണ്ടോ ചെറിയൊക്കെ വെച്ച് എന്റെ ബാക്കില്. അതൊക്കെ ഓക്കെ, അത് പോസ്റ്ററിലൊക്കെ ഓക്കെ. ഇന്റർവ്യൂ വേറെന്താ, അല്ല വേറെന്തൊക്കെയോ ക്യാരക്ടറിനെ വിഷ്ണു ചേട്ടാ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. ജിൻഡോ, ജിജോ, ജിജോ ഇരട്ടകളാണോ? അല്ല ചേട്ടനോ? പരട്ടകളാ. ഇരട്ടകളില്ല, ഇവരെ പ്രായം പറയുന്നില്ല സിനിമയില്. ഇവര് ലാലു ചണ്ട, ലാലു അർസിന്റെ മക്കളാണ്. പ്രായം പറയുന്നില്ല, പക്ഷെ ഇവരുടെ ഒരു കഥാഗതിയില് രസമാണ്. ലാലു ചേട്ടന് ആണ് അച്ഛന്. അപ്പൊ രണ്ട് പേർക്ക് പറ്റിയൊരു അച്ഛനായിരുന്നു അല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു ലാൽ ചേട്ടനൊപ്പം ഉള്ളൊരു? ലാൽചേനായിട്ട് നേരത്തെ വർക്ക് ചെയ്യേണ്ട അച്ഛൻ്റെ കൂടെ ഈ സിനിമയും വർക്ക് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഒരു പടവും ചെയ്തു. ഇറങ്ങാനുണ്ട് അതൊക്കെ. അല്ല, ഈ ചിറകിന്റെ കഥ പറഞ്ഞില്ലേ? അതായത് അത്രയും ഈ നല്ല അപ്പന് വേണ്ടി മക്കള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പൊ ഇത് വേറെ ആരും ചെയ്യാത്തൊരു കാര്യം ഈ അപ്പന്റെ ഒരു ആഗ്രഹം നടത്താൻ വേണ്ടിട്ട് ഈ മക്കള് ചെയ്യുന്നുണ്ട്. അതാണ് ഇവര് അപൂർവ പുത്രന്മാരാക്കുന്നത്. അതെ. ഈ ഭൂമിയിൽ ആരും ഇതുപോലത്തെ മക്കളില്ല. അങ്ങനത്തെ ഒരു ചെയ്ത. അതായത് ഇതുവരെ അതാണ് ഈ പടത്തിന്റെ ഒരു ട്വിസ്റ്റ്. കാരണം ഒരു മക്കളും ചെയ്യാത്ത ഒരു കാര്യമാണ് ത്യാഗമാണോ? ത്യാഗമാണോ? അതൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, ഒരു വല്ലാത്തൊരു ചെയ്ത ചെയ്തു. അത് മാത്രം അറിയാം. വിഷ്ണു ചേട്ടൻ ഇപ്പൊ ഹിറ്റടിച്ച് നിൽക്കാണ്. കൂടുതൽ സിനിമ തിയേറ്ററിൽ നിന്ന് തിയേറ്റർ, കോളേജിൽ നിന്ന് കോളേജ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ കൂടലിന്റെ വിശേഷത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ? കൂടുതലിന് വിശേഷം എന്താണ്? കൂടുതലിന് വലിയ ഇന്നത്തെ ഒരു കാലത്ത് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സിനിമയ്ക്കൊരു എബോ അവറേജ് ഒരു അഭിപ്രായം വന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സക്സസ്. അതിൻ്റെ അതൊരു വലിയ ബഡ്ജറ്റ് പടമല്ല, ചെറിയൊരു പടമാണ്. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം ഇന്നലെയൊക്കെ ഓർഗാനിക്കലി നല്ല ആളുണ്ടായ ദിവസമായിരുന്നു. ശനിയാഴ്ച ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഒന്ന് ആളുകളിലേക്ക് നല്ല രീതിയിൽ വരണം, സ്പ്രെഡ് ആവണം അഭിപ്രായം. അപ്പോൾ അത് സെറ്റായി നിന്നോളും എന്നുള്ള തന്നെ വിശ്വാസമാണ്. കൂടുതൽ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. നേരിട്ട് അഭിപ്രായം പറയാൻ ഒരു അവസരം എന്താണ്? ഇപ്പൊ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഞാൻ ഓൾറെഡി ഞങ്ങളെ പറയാതിരിക്കുമോ? അല്ല, ഇപ്പൊ പറയാൻ പറ്റിയ ഒരു കാര്യം. നല്ല സിനിമയാണ്. അപ്പൊ എനിക്ക് അതിൽ പേഴ്സണലി ഇഷ്ടമായ പോർഷൻസ് ഒക്കെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരുന്നു ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം. അതായത് ഫസ്റ്റ് ഹാഫ് ഈ ഇതിലേക്ക് കൂടുതലേക്ക് വരാനൊരു സമയവും പിന്നെ സെക്കൻഡ് ഹാഫ് ഗംഭീരം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും. അല്ലാതെ സെക്കൻഡ് ഹാഫിൽ ബിബിന്റെ ഒക്കെ നമ്മള് ഞെട്ടിപ്പോണ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ രാവിലെ വേറെ ഇന്റർവ്യൂവിലും പറഞ്ഞു. ഇപ്പൊ ബിബിന് ഇപ്പൊ ഒരു പ്രത്യേകത എന്ന് മറ്റുള്ളവരെ കണ്ടില്ല, നമുക്കല്ല. അപ്പൊ ബിബിനെ പോലെ ഒരാള് ഇങ്ങനെ ഒരു പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അതെ. അപ്പൊ അത് ഒരു സിനിമയിൽ ചിലപ്പോൾ ആളുകൾ ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ 1-2 തവണ ചെയ്തെന്നിരിക്കും. ബിബിന് ഇത് എത്രയോ തവണയായിട്ട് എത്രയോ സിനിമകളിലൂടെ അത് ചെയ്യുന്നു എന്ന് പറയണത് അത് ശരിക്കും പറഞ്ഞാൽ റെക്കോർഡായിരിക്കും. അപ്പൊ അത് കൂടുതൽ കണ്ടവർക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവും. അങ്ങനെ ആരും മിസ് ചെയ്യരുത്. ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു വലിയ സാധനം നമുക്ക് കിട്ടാനുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അതിനകത്ത് കോസ്റ്റ്യൂംസ് ഒക്കെ ആണെങ്കിലും ഒരിടത്ത് വെള്ളയും പിന്നെ കുറച്ച് കളർഫുൾ. അപ്പൊ അതൊരു 2 ഷെയ്ഡാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അത് കഥാഗതിയിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ മൊത്തത്തിലുള്ള അതിന്റെ സെറ്റിങ്ങിലും വരുമല്ലോ. അപ്പൊ അത് ഈ പോസ്റ്റർ ഒന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടും. അതൊക്കെ അതിലുണ്ട്. എന്തായാലും എന്തിലൊക്കെ പോയാലും ശരി, ഈ പടം തുടക്കം പോലെ അവസാനം വരെ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ് ഈ സിനിമയിലുള്ളത്. അത് പക്ക നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ് അതിൽ. കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഔട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത് പുറത്ത് വരുന്ന ഈ ഔട്ടിലും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ചേട്ടൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സൂപ്പർ ശർമ്മയാണ്. എത്ര തവണ കണ്ടാലും മതിയാവില്ല, ഇപ്പോഴും കാണും. അപ്പം അതിനുശേഷം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, മീൻസ് അതിനുശേഷമുള്ള ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഒപ്പൊക്കെ ഉള്ളൊരു? സൂപ്പർ ശരണ്യൊക്കെ എല്ലാവരും എന്ന് പറയുന്നത് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. പക്ഷെ നമ്മൾ വർഷങ്ങളായി പരിചയമുള്ളവരെ പോലെ ആയിരുന്നു ഈ സിനിമയിൽ ആദ്യ ദിവസം മുതൽ തന്നെ. ഞാനിതിൽ
പല്ലവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ അപൂർവ പുത്രന്മാരുടെ പേര് പല്ലവി എന്നാണ് ആ ക്യാരക്ടറിന്. ലേഡീസിനാണ് പല്ലവി എന്നുള്ള പേര് വരിക പൊതുവെ. അതെ അതെ. അപ്പോ ഇവര് ചെയ്യുന്ന ഈ കുറച്ച് വിചിത്രമായ കാര്യങ്ങളുടെ പല ഐഡിയകളും ഈ പല്ലവിയുടെയും കൂടിയാണ്. അതെ അതെ സത്യം. മാസ്റ്റർ ബ്രെയിൻ ഇവിടെയാണെന്ന് തോന്നുന്നു. അതെ 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 അതെ. അതാണ് കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് തോന്നിക്കണ ഒരു തന്മയാണോ അപ്പൊ അതിന് അതന്വേഷിച്ചപ്പോ എന്നെയാണ്, വേറെ ആരും കണ്ടില്ല. ആത്മാംശം തുളുമ്പുന്ന കഥ. അതെ അതെ അതെ, തുളുമ്പ് നിൽക്കുകയാണല്ലോ. ഈ ധർമ്മജൻ ചേട്ടനായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഉണ്ട്. ത്രൂ ഔട്ട് ധർമ്മേട്ടന് ഈ പടത്തിൽ നല്ല കിടിലം വേഷമാണ്. വിഷയാണ്. അതെ അതെ. ഈ പള്ളി ഒരു പ്രധാന കഥാപാത്രമാണ് ഈ സിനിമയിലെ. ആ പള്ളിയിലെ കപ്പ്യാരാണ് പുള്ളിയാണ് ഇതിലെ എല്ലാ പള്ളി ഒരു മുഖ്യ കഥാപാത്രമാണ്. പള്ളിയിലെ അച്ഛനും അതിന്റെ കൂടുതൽ കപ്പേരും ഞാനാണ്. വിഭിജൻ ഒരു കാര്യം അറിഞ്ഞോ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, അറിയാലോ, പിഷാരടി ചേട്ടൻ. ആണെന്നറിയാൻ പാടില്ല. ആണെന്ന് തോന്നുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്. പുള്ളി പറഞ്ഞിട്ട് ഒരു മികച്ച തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞോ? എന്താണ് മികച്ച തീരുമാനം? ഞാൻ ലഹരി ഉപയോഗിക്കില്ല, മദ്യപാനം ഒക്കെ നിർത്തി എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ അറിവിൽ വെള്ളപ്പുറത്ത് പറഞ്ഞായിരിക്കും. അതാ വെള്ളപ്പുറത്ത് പറഞ്ഞായിരിക്കുന്നത്. അതായത് ഞാൻ ലഹരി വിമുക്ത പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ഘാടനത്തിൽ വിളിക്കോളാം. ശരി, ഞാൻ പറയും ഞാൻ വരില്ലെന്ന് പറയും. ഞാൻ ഓർഡറൊക്കെ അടിക്കണ ആളാണ്, ആ പരിപാടിക്ക് ഞാൻ വരില്ല. ഞാനതൊന്നും ഉദ്ഘാടനം ചെയ്ത ഭയങ്കര നാട്ടുകാരും ട്രോളും. അല്ല, അത് ശരിയല്ല. ധാർമ്മികത, മനസാക്ഷി കുത്ത്. പുള്ളിക്കായിരുന്നു ആ വർഷത്തെ സത്യസന്ധനുള്ള അവാർഡ്. ഈ വർഷത്തെ വരാൻ പോണേ മെമ്മോറിയൽ വിപിൻ ചേട്ടാ, ആ അവാർഡിന്റെ പേര് കൂടെ ഒന്ന് പറയാം. ഹരിശ്ചന്ദ്രൻ അവാർഡ്. മറ്റേ വരാപ്പുഴ എന്താണ് മുട്ടിനകം എന്തെങ്കിലും ആയിക്കോട്ടെ, വന്നാ മതി. ചേട്ടാ അതിന് ശേഷം മദ്യപിച്ചിട്ടില്ല? മദ്യപിച്ചിട്ടേ ഇല്ല അതിന് ശേഷം? മദ്യപിക്കും. അപ്പൊ ഫ്രണ്ടിന് കൊടുത്ത വാക്കോ? ഫ്രണ്ടിനല്ല, അത് അവനോട് എനിക്കൊരു സ്നേഹവും ബഹുമാനവും പേടിയുമുണ്ട്. പേടിയൊക്കെ തന്നെയുള്ള അതെ പേടിയാണ്. അതെ, സ്നേഹവും ബഹുമാനവും ബഹുമാനവും പേടിയും. ഉണ്ട്. അത് അവനോട് മാത്രം കാണിക്കുന്നതാണ്. ബിബിനൊക്കെ എന്നെ വിളിച്ച് പിണങ്ങിയൊക്കെ ചെയ്യും. വിപിൻ ചേട്ടനോ? എന്തിന്? ആൾക്കാര് പിണങ്ങല്ല, ബിബിനൊക്കെ പിണങ്ങിയൊക്കെ ചെയ്യും. മദ്യപാനം നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണോ? അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. ബിബിനൊക്കെ പിണങ്ങിയൊക്കെ ചെയ്യും. എൻ്റെ വൈഫിനെ വിളിച്ച് പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ ഇത്തിരി കുഴപ്പമുള്ളത് അത് മാത്രമാണ്. അത് വളരെ വലിയൊരു കുഴപ്പമാണ്. അതെ അതെ, ഇത്തിരി അത് മാത്രമുള്ളൂ എൻ്റെ ഒരു കുഴപ്പം. സത്യമാണ്. വേറെ ഒരു കുഴപ്പവും അത് വലിയൊരു കുഴപ്പമല്ല. കുഴപ്പമുണ്ടാകുന്ന അവനോട് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഡീസന്റ്. എൻ്റെ ധർമ്മചേട്ടൻ പറഞ്ഞു, ഞാൻ ഇന്നലെ പാട്ട് പാടിയില്ല, ഇന്നലെ മീറ്റിങ്ങിന് വന്നപ്പോൾ പാട്ട് പാടിയില്ല, അപ്പൊ ഇവിടെ വന്ന് എനിക്കൊരു പാട്ട് പാടി തരാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞതാ, നമുക്ക് ഒരു പാട്ട് പാടാം ചേട്ടാ. ഞാനാ? എന്നോട് ഇപ്പൊ മുമ്പ് പറഞ്ഞതല്ലേ പാട്ട് പാടി തരാന്ന്. പാട്ടൊക്കെ പാടാം. ബിപിൻ ചേട്ടൻ കൂടും. ബിപിൻ ചേട്ടൻ ഒരു സൂപ്പർ പാട്ടുണ്ട്. ബിപിൻ ചേട്ടന്റെ ഒരു സൂപ്പർ പാട്ടുണ്ട് കൂടെ. പാട്ടുകാരനാണ്. വിഷ്ണു ചേട്ടൻ കൂടെ കൂടും, നമ്മുടെ കൂടെ ഇങ്ങനത്തെ പാട്ടുകാരനല്ല പറഞ്ഞത്. ഞങ്ങള് വേണോന്നേക്ക് പാടും. പാടിക്കോ, തുടങ്ങല്ലേ ചേട്ടാ? ഓ, ഫുൾ സപ്പോർട്ട്. ഏതാ പാടുക? ഞാനാ? ഇതിൽ തന്നെ പാടിയാ മതി. ആ ഓക്കെ, പിടിച്ചോ. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂത്തിങ്കളെ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. അത്ര മതി. അടിപൊളി, നല്ല പാട്ട്, നല്ല ഫീലുള്ള സൂപ്പർ പാട്ട്.
എപ്പിസോഡിലൊക്കെ പോവുള്ളൂ, ഞങ്ങൾക്കറിയാം. ഓക്കെ. അപ്പം ചേട്ടാ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സഞ്ജയേട്ടൻ്റെ ഒരു നാടോടി നൃത്തം കൂടി അത് അല്ലയോ അല്ലെ, അങ്ങനെ ഒരു ഏത് സിനിമയ്ക്കകത്തായിരുന്നു ചേട്ടാ അങ്ങനെ ഒരു ഇത് ചെയ്തത്? മലവേടൻ അല്ലേ കണ്ട പോലെ നല്ല ഇതുണ്ട്. നീ കെട്ടിയത് ചിരിച്ച എട്ടപാടോ നിത്യാരതായെങ്കിൽ ഇവൻ മീശ വെച്ചിട്ടേ. ഓക്കെ, അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ സ്കൂളിലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ മലവേടന്റെ ഒക്കെ ക്യാരക്ടർ നാടകം പോലുള്ള ഐറ്റംസ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ നാടോടി നൃത്തം അതൊരു വേറൊരു വേർഷനായിട്ട് സൂപ്പറായിട്ട് ഇറക്കും നമ്മള്. ഇവരങ്ങനെ അതൊന്നുമില്ല, മിമിക്രി സംഭവം അത് പറയാനാണ് അവന്റെ കയ്യിൽ ഓക്കെയാണ്. ഓക്കെ, നാടകമൊക്കെ ഓക്കെ. വിപിൻ ചേട്ടാ, നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ചേട്ടനും അനിയനായിട്ട് വരുമ്പോ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫീൽ എങ്ങനെ? ശരിക്കും ചേട്ടനാരാ പറയാൻ പറയുന്നില്ല. ഇല്ല, അല്ല ലാലു ചേട്ടന്റെ മക്കളാണെന്നല്ലേ ഉള്ളൂ. ആരാണ് ചേട്ടൻ ആരാണ് അനിയൻ എന്ന് പറയുന്നത്? സഹോദരന്മാരായിട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസ് വിഷ്ണു പറയണത് ബിബിനാണ് ചേട്ടൻ എന്നാണ്. പ്രായം കുറയ്ക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാ. പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ആ എക്സ്പീരിയൻസ്? അഭിനയിച്ചതിന്റെ ഇതാണോ? അല്ല, വിഷ്ണുങ്ങളായിട്ട് അഭിനയിക്കുമ്പോഴുള്ള വിഷ്ണു അങ്കിൾ, അതുകൂടെ ശ്രദ്ധിക്കണം. വിഷ്ണു അങ്കിൾ ഇവര് രണ്ടുപേരും ഭയങ്കര, ഞാൻ പലപ്പോഴും എപ്പോഴാണ് നിങ്ങൾ പിരിയണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിബിനോട് ചോദിക്കും, എന്നാണ് നിങ്ങൾ പിരിയണത് എന്ന് ചോദിക്കും. വെറുതെ സ്നേഹം കൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്നാ പിരിയുന്നത്? സ്നേഹം കൊണ്ട് ചോദിക്കണ എന്നാണ് നിങ്ങൾ പിരിയണത് എന്ന് ചോദിക്കും. പക്ഷെ അവര് പിരിയാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ ബിബിൻ പറയും, ഒരിക്കലും വിഷ്ണുവിനായിട്ടുള്ള പണിയില്ല എന്ന് പറയും. അതാണ് ഏറ്റവും വലിയ സ്നേഹം. അതെ, കൂടുതൽ എന്ത് പറയാനായിട്ടാണ് അവന്മാരെ ഒരുമിച്ച് സിനിമ ചെയ്യുക, വല്ലപ്പോഴും നമുക്കൊരു ചെറിയ റോളൊക്കെ ചെയ്ത് അവസരങ്ങൾ തരിക. കഴിഞ്ഞ സിനിമയിലൊന്നും ഒന്നുമില്ല, എന്നാലും ഇനി വരാനിരിക്കുന്ന സിനിമയിൽ ഒരു ചാൻസ് ഇതാണ് കഴിഞ്ഞ സിനിമ. ഇതില് ധർമ്മേട്ടന് പറ്റിയ പരിപാടി എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ വിളിച്ചില്ലെന്ന് ചോദിച്ചു. തന്നിട്ടുണ്ട്, നല്ല പരിപാടി തന്നിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ല, അതില് ഇപ്പൊ ഞാൻ ഇപ്പോഴും പറയട്ടെ, മാർഗംകളി എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയത് ഞാനാണല്ലോ, അതിന്റെ സംഭാഷണം. അപ്പൊ ധർമ്മേട്ടൻ ഇന്നേ വരെ വരാത്തത് വേണം എന്നായിരുന്നു എന്റെ പ്ലാനില്. അതുകൊണ്ടാണ് അതില് പറഞ്ഞോട്ടെ, ഭയങ്കര എടുത്ത് വേറെ അതില് ഭയങ്കര ബേസിൽ സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങള് മാർഗംകളി എന്ന് പറഞ്ഞ സിനിമയില് അപ്പൊ ഇവൻ എന്നെ വെളുപ്പിന് 4 മണിക്ക് ഇവൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അവിടെ ഞാൻ വെളുപ്പിന് വരും കേട്ടോ എന്ന് പറഞ്ഞു. വെളുപ്പിന് വന്നു, ഞങ്ങൾ രണ്ടും കൂടി പോന്നു ഡബിങ്ങിന്. അത് വെളുപ്പിനാണല്ലോ ഇത്ര ബേസ് എന്താണ് ഡയലോഗ്? അത് കുറെ ഉണ്ടല്ലോ. ബിലാലായിട്ട് അതിന്റെ ഒരു ബിലാലെന്ന് പറഞ്ഞിട്ട് സാധനം ഡബ് ചെയ്യുക, അതിനെ തലിക്കോ വളഞ്ഞിട്ട് തരണം. അത് തന്നെ. അതിലാ മാളിൽ വെച്ചിട്ടുള്ള സീന്, ശബ്ദം പുറത്തു വരരുത്, ചോര വീഴ്ത്ത, ചോര നിങ്ങളുടെ ഉത്തരവാദിത്തം, ചോര കാണാത്തത്, ചോര കാണാതെ തല്ലണ്ടത്, അങ്ങനത്തെ സാധനം ഇവൻ വെളുപ്പിനെ കൊണ്ട് എന്നെ ഡബ് ചെയ്യിപ്പിച്ച. എനിക്കൊരു ഓർമ്മയില്ല, പക്ഷെ എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമുള്ള. അല്ല, അതിലും അത് എക്സ്ട്രീം ചിരി തിയേറ്ററിലുണ്ടായിരുന്നു. അതിലൊരു വലിയ സാധനമുണ്ട്. അതിന്റെ ഇടയിൽ ഈ പുള്ളിയുടെ സൗണ്ട് ഒന്ന് ഇടക്കൊന്ന് മാറും. അപ്പൊ അനീഫിക്ക, നമ്മുടെ അനീഫിക്ക, നിന്റെ സൗണ്ട് എവിടെ പിള്ളേ, എവിടെയാണ്? അപ്പൊ ഈ പുള്ളി ഡബിങ്ങിൽ കയറ്റിയതാ. ഇയാളെന്താണ് മറ്റേ എന്താണ് സൗണ്ടിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്, സൂപ്പ് കിട്ടിയ അത് കഴിക്കുന്നുണ്ട്. അതൊരു, അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ കഴിയുന്ന സാധനങ്ങളാണ്, ധർമ്മേട്ടന് വേണ്ടി മാത്രം എഴുതിയ സാധനങ്ങളാണ്.
പുള്ളേ നിന്റെ സൗണ്ട് പോയി വീണ്ടും അനീഫിക്ക. അപ്പൊ ഞാൻ സൗണ്ടിന് ഇത്ര പ്രാധാന്യം അല്ലേ? മരുമോൻ ലോകം ഉടായിപ്പാണെന്നൊക്കെ അതൊന്നും അല്ല ആ ടെൻഷന്റെ ഇടയിലും ഇവന്റെ സൗണ്ട് എവിടെ പോയി ചേട്ടാ ഞാൻ ചോദിച്ചാലും മറുപടി പറഞ്ഞില്ല. എങ്ങനെ ഉണ്ടായിരുന്നു സഹോദരങ്ങളായിട്ട് അഭിനയിച്ചത് എന്നുള്ളത്? നന്നായിരുന്നു. നന്നായി. അപൂർവ സഹോദരന്മാര്. അല്ല അതില് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വിഷ്ണു ഞാനും കൂടി ഒരുപാട് നമ്മളുടെ ഒരു കോംബോ എപ്പോഴും തമാശ പരിപാടികളുടെ ഒക്കെ രീതിയിലൊക്കെ പറയുമെങ്കിലും ഞാനും വിഷ്ണുവും ആദ്യമായിട്ട് ഫുൾ ത്രൂ ഔട്ട് ഹ്യൂമർ ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് ഫിലിമാണ്. ഇപ്പൊ വെടിക്കെട്ട് പോലും ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് സീരിയസ് ആയിരുന്നല്ലോ. ഇത് ഹ്യൂമറാണ്. ഇതിലിപ്പോ സജിൻ ബ്രോ ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടാണ്. അതുപോലെ തന്നെ അതെ, വേറൊരു കാര്യം കൂടി പറയാം. ഇവര് സിനിമയിൽ വന്ന സൗഹൃദമല്ല, സ്കൂള് കാലഘട്ടം തുടങ്ങി ഒരുമിച്ച് വർക്ക് ചെയ്തും കോളേജിലാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുമിച്ച് മിമിക്രി ചെയ്തു. ഒരാൾ ഫസ്റ്റ് മേടിക്കും, ഒരാൾ സെക്കൻഡ് മേടിക്കും, ഒരാൾ ഫസ്റ്റ് മേടിക്കും, സെക്കൻഡ് മേടിക്കും. അങ്ങനെ വളർന്ന ഒരു ജന്മമാണ്. അവന്മാര് പിൽക്കാലത്ത് മിമിക്രി വരിക, അവിടെ നിന്ന് സിനിമയിൽ വരിക. അല്ല, അതിന്റെ ഇടയ്ക്ക് മറ്റേ TV ഷോസ് ഇല്ലായിരുന്നു? അതല്ലേ പറഞ്ഞ മിമിക്രി ടി വി. അല്ല, മിമിക്രി കഴിഞ്ഞിട്ട് TV റൈറ്റ് ചെയ്തില്ലായിരുന്നു ചേട്ടാ? ബഡായി ബംഗ്ലാവൊക്കെ അങ്ങനെ എഴുതി വന്നായിരുന്നു. ബഡായി ബംഗ്ലാവ് കഴിച്ച ബിബിൻ. അതെ അതെ. അപ്പൊ അങ്ങനെ അവര് പടിപടിയായിട്ട് വന്നതാണ്, നമ്മളും പടിപടിയായിട്ട് വന്നതാണ്. പക്ഷെ അവര് ഒരുമിച്ച് എപ്പോഴും നിന്ന് അവരൊരുമിച്ചവര് ഇപ്പോഴും. എന്റെ സംശയം, ചേട്ടനും പടിപടിയായിട്ട് വന്നാണോ? അല്ല, ഞാൻ പറഞ്ഞ ആർക്ക് സംസാരിക്കാൻ സമയം തരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് അറിയോ? ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ, ഇവരൊന്നും പറയല്ല. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഇവന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. എല്ലാരും പടിപടിയായിട്ടാ വന്നത്. ആരും ഒറ്റടിക്കങ്ങാന്ന് അല്ല, ഒറ്റടിക്ക് വയസ്സായിട്ടല്ല. ഞാൻ ചോദിക്കാം ഇത് ധർമ്മജൻ, ഞാൻ താനിട്ടാ സിമി. സിമി. അപ്പൊ ഞാൻ ചോദിക്കുന്ന സജിൻ ബ്രോ, അപൂർവ പുത്രന്മാരില് ബിബിൻ ചേട്ടനായിട്ട് ഒരുമിച്ച് വർക്ക് സജിനും ശരിക്കും പടിപടിയായിട്ട് ഇനി അടുത്ത അല്ല, വിഷ്ണുവിനോട് എന്റെ ചോദ്യം, ഇപ്പൊ ഒരുപാട് പടങ്ങൾ ഇപ്പൊ വിഷ്ണു ചെയ്തു. ഇപ്പൊ അപൂർവത്രന്മാരിലെ ഒരു ഹ്യൂമർ കഥാപാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്താണ് ഇപ്പൊ വെടിക്കെട്ടും ഇതിലെ ക്യാരക്ടർ തമ്മിലുള്ള വ്യത്യാസം? അല്ല, വിഷ്ണു പറയട്ടെ. ഞാൻ പോയിക്കോട്ടെ. അതെന്താ പടിപടിയായിട്ട് വന്നതല്ലേ? അപ്പൊ ഞങ്ങളാ ഞാൻ മര്യാദ നല്ലവരെ പറഞ്ഞാട്ടാ. ഒരു കുഴപ്പം എനിക്കിവിടെ വേദന എടുക്കുന്നുണ്ട്. സീരിയസ് ആയിട്ട് അല്ല, എന്താറിയാമോ, നമ്മള് ഒരു ടോക്ക് ഷോയിൽ ഇരിക്കുമ്പോ നല്ല രസമായിട്ട് വന്നല്ലോ. അപ്പൊ അതിന് നിങ്ങൾ മാത്രം മിണ്ടിയാ മതി. അല്ല, ഞാൻ പറയണത് ദൈവന്മാര് ഇഷ്ടപ്പെടാത്തവരുടെ ഏറ്റവും വലിയ കാര്യം ഈ വലിയ ആൾക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നതില്ലേ. ഇനി ചോദിച്ചോ, എന്നോട് ചോദിച്ചോ, മറുപടി അവിടെ പറഞ്ഞോളൂ. ചോദിച്ചോ, ഇവിടെ ചോദിക്കട്ടെ. അപ്പൊ മറുപടി അത് ധർമ്മേട്ടനോട് ചോദിച്ചോ. ഞാൻ പറയാ, ഞാൻ ചോദിക്കട്ടെ, ഈ ബിബിൻ ചേട്ടൻ ബഡായി ബംഗ്ലാവിൽ ഒത്തിരി കഥകൾ എഴുതിയിട്ടുണ്ട്. ആ പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്, സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നത്. സിനിമ ഇപ്പം സിമ്പിൾ അല്ല, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ആ പീക്ക് ലെവലിൽ നിന്ന് സിനിമയിലേക്ക് വരാം എന്നുള്ളൊരു തീരുമാനം എപ്പോഴാണ്? അമർ അക്ബർ അന്തോണിയുടെ എഴുത്ത് നടക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഇത് ഒരു പരിപാടിയിൽ എൻ്റെ ഒരു കുഞ്ഞുനാൾ പോലുള്ളൊരു ഇതെന്ന് വെച്ചാൽ, ഒരു സംഭവത്തിൽ ഞാൻ
എയർടെൽ അതിന് 100% ഞാൻ എൻ്റെ ആത്മാർത്ഥത്തോടെ നിൽക്കലുള്ള ആളാണ്. അപ്പൊ ഞാൻ എപ്പോഴും ബെഡായി ബംഗ്ലാവിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എപ്പോഴും ഉണ്ടാവും. മുകേഷ് ചേട്ടന്റെ കാലിന്റെ ആ ചോട്ടിലാണ് അവിടെ ഇരിക്കുക. അവിടെ നിന്നിട്ടാണ് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുക. ഓഡിയൻസിന് കൈയടിപ്പിക്കുന്നത് ഞാനാണ്. ഇത് പറഞ്ഞിട്ട് നമ്മളെ കൈയടിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ ക്ലാപ്പ് വീഴും. അപ്പൊ എല്ലാം അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പൊ കുറച്ച് നാളുകളായിട്ട് എനിക്ക് അമരക് ബ്രന്തോണി എഴുതാണ്ട ഞാൻ ഇവനും കൂടി പോയിട്ട് മറൈൻ ഡ്രൈവിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് എഴുതുന്ന സമയപ്പോ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. ഞാൻ അവിടെ വിടുമ്പോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് 1 രൂപയുടെ വരുമാനം വേറെ ഉണ്ടായില്ല. അതും പറഞ്ഞു കേട്ടു. എനിക്ക് ബെഡായി ബംഗ്ലാവ് മാത്രമായിരുന്നു അന്നത്തെ വരുമാനം. അതൊരു വലിയ റിസ്ക് ആണ്. നാളെ അമരക് ബ്രന്തോണി വിജയിക്കുമെന്നോ ഹിറ്റാവുമെന്നോ ഒന്നും അറിയാൻ പാടില്ല. നടന്മാരെ പോലും ഫിക്സ് ചെയ്തിട്ടില്ല. എഴുത്ത് നടക്കണേ ഉള്ളൂ ആ സമയത്ത്. പക്ഷെ അവിടെ നിന്ന് അങ്ങനെ പോരാണ്ടി വന്നു. വളരെ സങ്കടത്തോടെ വിഷമത്തോടെയാണ് ഞാൻ പോകുന്നത്. എപ്പോഴും നന്ദിയോടെയാണ് ഞാൻ ബെഡായി ബംഗ്ലാവിനെ ഓർക്കുന്നത്. ഞാൻ ഡയാൻ ചേച്ചിയുടെ കാര്യം എപ്പോഴും ഡയാൻ ചേച്ചി ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആയിരുന്നു. മനസ്സിലായില്ലേ? അതായത് ഈ ബെഡായി ബംഗ്ലാവിൽ വെച്ചിട്ടാണ് ഈ കഥ കേൾക്കാൻ മുകേഷിനെ കാണാൻ വരുന്നതാണ് നാദൃഷിക. മുകേഷിനെ കാണാൻ വരുന്നതാണ് നാദൃഷിക അമേരിക്കൻ ഷോയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ വെച്ചിട്ട് ആണ് എന്നോട് ഈ ചോദിച്ചത്, എടാ നീ വിഷ്ണു കൂടി എന്തോ ഒരു പരിപാടി എഴുതിയിട്ടുണ്ടല്ലോ, എന്നൊന്ന് കേൾപ്പിക്കാവോ എന്ന് അവിടെ വെച്ചിട്ടാണ് ആ ഫ്ലോറിൽ വെച്ചാ സംഭവിക്കുന്നത്. അമരക് ബ്രന്തോണി കലാഘോഷം ആചോണും കൂടി അതുണ്ട്. ഇതിനകത്ത് ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ നിങ്ങളെല്ലാം പോസ്റ്റ്ലി അറിയാവുന്ന ചേട്ടനൊരു ബാക്കി ഇവരെയൊക്കെ ഭയങ്കര ഇതാണ്. ഞാൻ വിചാരിച്ചു വന്ന് തമാശ അലമ്പി പോകുന്നു. സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ആരാന്ന് മനസ്സിലായോ? അല്ല, വിഷ്ണു ചേട്ടൻ. അതന്നെ. ഒരിക്കലും ഇല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ്. എന്താ ചേട്ടാ ഇങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിട്ടിരിക്കുന്നു? അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇങ്ങനെ ക്യാരക്ടർ പിടിച്ചിങ്ങനെ ഇപ്പൊ തീരുമാനിച്ചാന്ന് ഞാൻ ചോദിച്ചോണ്ട്. അവനിപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് തിരിച്ചറിവുകളിലൂടെ പോകണേന്ന് തോന്നുന്നു. വെറുതെ ലൂസ് പോലെ പറഞ്ഞ് ഞങ്ങളെ പോലെ കയറി മിണ്ടില്ല അല്ലേ? ഇവൻ മിണ്ടാതിരിക്കുന്നു പറയില്ലേ, ഞങ്ങള് മിണ്ടുന്നുണ്ടല്ലോ അത്യാവശ്യം. എന്നാലും ഞാൻ ഇവരുടെ ഒരു വൈബ് വേറെ രീതിയിലാണ് പ്രതീക്ഷിച്ചത്. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അത് ഞാൻ ഇവിടെയും പ്രതീക്ഷിച്ചു. ഞാൻ നോക്കുമ്പോ ഭയങ്കര, ഞാൻ ആദ്യം വന്നിട്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പടിപടിയായിട്ട് തടസ്സമാണോ ചേട്ടാ? സിനിമ വിജയിക്കട്ടെ, എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. അപൂർവ പുത്രന്മാർ രണ്ട് പുത്രന്മാര്. ഞാൻ ഇവിടെ കുറെ എപ്പോഴും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആംഗേഴ്സിനോടൊക്കെ പറയാറുണ്ട് പടം കാണണം കേട്ടോ. കാരണം താൻ കണ്ടു, അതിനാണ് തനിക്ക് അഭിനന്ദനം. എല്ലാ സിനിമയും കാണും ചേട്ടാ. അല്ല, ഇവരും കൂടി ശരിക്കും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ സിനിമയുടെ പാർട്ടാവാണ്. ഇവരും കൂടി അല്ലെ കാണേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും ഞങ്ങൾ ഫസ്റ്റ് ഷോ കാണുന്നവരാണ്. ഈ പടവും അങ്ങനെ തന്നെ കാണും. ഇപ്പൊ നിർത്താം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.